കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എനിക്ക് അതിനെ പറ്റി പറഞ്ഞു. എന്താണ് ഈ മലയാള സിനിമയിലുള്ളവർക്കുള്ള പ്രശ്നം? ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്താണ് നിങ്ങൾ എല്ലാം സെക്കൻഡ് പാർട്ട് വരും? എന്തിനാണ് ഈ സെക്കൻഡ് പാർട്ട്? എന്താണ് നിങ്ങൾക്കൊക്കെ ഒരു പടം എടുത്ത് നിർത്തിക്കൂടെ? എന്തിനാണ് ഈ വെറുതെ ഒരു കാര്യവും ഇല്ലാതെ? ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. നിങ്ങൾക്ക് ഈ സെക്കൻഡ് പാർട്ടിന്റെ ത്രെഡ് ഇട്ടിട്ട് എന്ത് ചെയ്യാനാണ്? എല്ലാ പടത്തിനും ഇപ്പൊ വയറിളക്കം പോലെയാണ്. സെക്കൻഡ് പാർട്ട് വരും. യാതോ ഒരു കട്ടപ്പ ബാഹുബലിയെ കുത്തി എന്ന് പറഞ്ഞിട്ട് അതിനൊരു എന്തെങ്കിലും ഒരു രസമുണ്ട്. ഇത് ചുമ്മയൊക്കെ സെക്കൻഡ് പാർട്ട്. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒരു പാർട്ടും വരുത്താതെ അടുത്ത വല്ല പടം എടുക്കാൻ നോക്കട്ടെ. ചുമ്മാ നിങ്ങൾക്ക് ഹാഷിറിനെ കൊണ്ട് തന്നെ അഭിനയിപ്പിക്കണമെന്ന് സെക്കൻഡ് പാർട്ടിൽ ഉണ്ടെങ്കിൽ ഹാഷിറിനെ വേറെ പടം എഴുതി. അതാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ ചുമ്മാ സെക്കൻഡ് പാർട്ട്. ശബ്ദം കനിപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? A few moments later. നല്ല കിടുക്കാച്ചി പടം. അതായത് 2.25 മണിക്കൂറുള്ള ഈ ഒരു സിനിമ എന്ന് പറയുന്നത് സീൻ ബൈ സീൻ ഇങ്ങനെ പൊട്ടേന്ന് പോകണ്ട അത്രയും കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. എന്താ പറയാ, ഒരു കംപ്ലീറ്റ് എന്റർടൈനർ തന്നെയാണ്. ഹാഷിറൊക്കെ ഒരു രക്ഷയില്ലാത്ത അവരെയും. പടം തൂക്കിന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കി. അത് വേറെ ലെവലാണ്. ഫസ്റ്റിനെ കാട്ടി പടം നല്ല സെക്കൻഡ് നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. കോമഡി ആയിരുന്നാലും ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. വാഴ വണ്ണേക്കാളും വണ്ണേക്കാളും നല്ലോണം മൂവി ചെയ്തിട്ടുണ്ട്. വാഴ വണ്ണേക്കാളും ഉഗ്രൻ പടം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? വാഴ 2 ഒറ്റ കാര്യം പറയാം, പിള്ളേര് തൂക്കി അടിച്ച് നമ്മുടെ പയ്യന്മാരടാ, ആഷിറടാ. അത് ശരി. സെക്കൻഡ് പാർട്ട് വരും. എന്തിനാണ് ഈ സെക്കൻഡ് പാർട്ട്? എന്താണ് നിങ്ങൾക്കൊക്കെ ഒരു പടം എടുത്ത് നിർത്തിക്കൂടെ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി പൊളിച്ചടിക്കുക. പൊളി എന്ന് പറഞ്ഞാൽ വെറും പൊളി എന്നല്ല, മെഗാ പൊളി. കൗതുക ലേശം കൂടുതലാണ്. ഞാൻ കാണാൻ പോകുന്ന സമയത്ത് എന്റെ മനസ്സിൽ നിന്ന് ഇത് കിട്ടിലും പടമായിരിക്കണേ ഇങ്ങനെയാണ് പോയത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. യാതോ ഒരു കട്ടപ്പ ബാഹുബലിയെ കുത്തി എന്ന് പറഞ്ഞിട്ട് അതിനൊരു എന്തെങ്കിലും ഒരു രസമുണ്ട്. ഇത് ചുമ്മയൊക്കെ സെക്കൻഡ് പാർട്ട്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ബിക്കോസ് അത്രയും ഈ 4 എണ്ണം മരിച്ചാണ് ഈ ലെവലിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ, ഒന്ന് മാറിയതേട്ടാ. ജോസിനെ കാറ്റുകൊള്ളട്ടെ. I am sorry.